Namaste viewers, welcome back to my new video. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് എൻട്രി എക്സിറ്റ് ഒക്കെ എടുത്ത് എങ്ങനെ നമുക്ക് ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യാമെന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ലേൺ ചെയ്യാവുന്ന ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ട പേര് ഗംഗ എന്നാണ്. ഒന്നെങ്കിൽ ഓൺലൈൻ തന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസിൽ വന്നാൽ നമ്മളിത് ലൈവായിട്ട് കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഓഫീസ് വരുന്ന ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്താണ്. അപ്പോൾ നിഫ്റ്റിയിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ എപ്പോഴും ആദ്യം ഫോക്കസ് ചെയ്യേണ്ട അണ്ടർലൈൻ അസറ്റ് ആണ്. കാരണം അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കോൾ സൈഡ് പോകണോ പുട്ട് സൈഡ് പോകണോ ഏത് സ്ട്രൈക്ക് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ മാർക്കറ്റ് റേറ്റ് നടക്കുന്നതാണ് നിഫ്റ്റിയുടെ 22,545. ഈ ഗ്രീൻ കളറിൽ അപ്പാര വരുന്ന ബൈ ചെയ്യാനുള്ളതും റെഡ് വരുന്ന സെല്ലുമാണ്. അതായത് നിഫ്റ്റി ബൈലോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് കോൾ ഓപ്ഷൻ മാത്രം നോക്കിയാൽ വെച്ചാൽ മതി. സെല്ല് വരുമ്പോഴത്തേക്കും പുട്ട് ഓപ്ഷൻ മാത്രം നോക്കാം. അപ്പോൾ ഈ സിഗ്നൽസ് ഒക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചൊരു സിഗ്നൽ വരുമ്പോൾ ഇത് അലേർട്ട് മെസ്സേജ് ഒരു സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരാം. അലേർട്ടും വരും, സൗണ്ടും കേൾക്കാൻ പറ്റും. ഏറ്റവും മേളിൽ നോക്കാം. ഇവിടെ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബൈ അറ്റ് 22,504. നിഫ്റ്റി ബൈ പറയുമ്പോൾ നമ്മൾ കോൾ സൈഡ് മാത്രം നോക്കിയാൽ മതി. 22,504. അതായത് ഇവിടെ ഒരു പ്രൈസ് കിടപ്പുണ്ട്. ആ പ്രൈസിൽ നിന്നാണ് നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. 504 നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ 500 അറ്റ് ദ മണി എടുക്കാം, അല്ലെങ്കിൽ 400 300 ഇൻ ദ മണിലോട്ട് എടുക്കാം, 600 700 ഔട്ട് ഓഫ് ദ മണി എടുക്കാം. അപ്പം നമുക്ക് ഇത്രയും ഇവിടുന്ന് മനസ്സിലായി. അതായത് നമ്മൾ മെയിൻ ചാർട്ട് നോക്കി എന്തിനാണ് കോൾ സൈഡാണ് പുട്ട് സൈഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് സ്ട്രൈക്ക് സെലക്ഷൻ നടത്താൻ പറ്റി. ഇനി നേരെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ ഉദ്ദേശിച്ച സ്ട്രൈക്ക് ഇപ്പോൾ ഇൻ ദ മണിയോ അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി ഏത് വരട്ടെ അത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആയതുകൊണ്ട് ആ ഓപ്ഷൻ ചെയിൻ ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. അവിടെയാണ് നമുക്ക് സിഗ്നൽ കാണിക്കേണ്ടത്. അതായത് നമ്മൾ ഓപ്ഷൻ ബയറാണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിൽ ബൈ സൈക്കിൾ കാണിക്കണം. ഇവിടെ ഓൾറെഡി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 22,300 കോൾ ഓപ്ഷൻ ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ബൈസൈക്കിളുണ്ട്. ഇനി ഇവിടെ ഇത് കൺഫേം ആണ് നിങ്ങൾ നോക്കുക. ബൈസൈക്കിൾ വന്ന ശേഷം അത് കൺഫേം എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാൻഡലിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി എടുക്കണ്ടേ. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് ഇല്ലേ 258. സോഫ്റ്റ് നമുക്ക് ആ പ്രീമിയം ചാർട്ടിൽ തന്നെ എൻട്രി കാണിച്ചു 258.5 നമുക്ക് ബൈ കാണിച്ചു. അത് ഈ സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ താഴത്തെ ബാർ നോക്കും. ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. ഇപ്പോൾ സിഗ്നൽ വരുമ്പോൾ എൻ്റെ തൊട്ടത് ഒറ്റ ബാറേ കാണില്ല, തൊട്ട് താഴെ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ ഗ്രീൻ ആണോ എന്ന് നോക്കുക. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ബൈസോൺ ആണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി കാണിച്ചോളൂ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. പ്രൈസ് ബൈസോൺ ആണ് നോക്കുക. ഓക്കെ, രണ്ടും ഓക്കെ ആണെങ്കിൽ സിഗ്നൽ കൺഫേം എന്ന് നടത്താം. ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങളിപ്പോൾ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ്. അപ്പോൾ ഇവിടെ കൺഫർമേഷൻ വന്ന് നമ്മൾ 258 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ കാണിച്ചിട്ടുണ്ട് 283, 304, 325 3 ടാർഗറ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് 31 പോയിന്റ് കയറി നിൽക്കുകയാണ്. ഈ ഒരു ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടാർഗറ്റ് വന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇനി ഒരു ട്രേഡ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് വെയിറ്റ് ചെയ്യാം സെക്കൻഡ് തേർഡ് ടാർഗറ്റ് വേണ്ടി. അല്ലെങ്കിൽ നേരെ നമ്മൾ നിഫ്റ്റിലോട്ട് നോക്കാം. നിഫ്റ്റി അതിൻ്റെ റെസിസ്റ്റൻ്റ് അടുത്ത റെസിസ്റ്റൻ്റ് എപ്പം ബ്രേക്ക് ചെയ്യുന്ന റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റൻ്റ് ലെവലെ. താഴത്ത് വരുന്ന ബ്ലൂ സപ്പോർട്ടാണ്. റെസിസ്റ്റൻ്റ് ലെവലിൽ ബ്രേക്ക് ആണെങ്കിൽ ഇനി മാർക്കറ്റ് കയറും. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റീ എൻട്രി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയും ഒരു 80 to 90% കൺഫേം ആക്യുറസി തരുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഏത് ബിഗിനേഴ്സ് ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് ലേൺ ചെയ്തെടുക്കാവുന്നതാണ്. പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന വിധം നമ്മൾ തന്നെ പറഞ്ഞുതരും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.